സാധാരണയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം വെച്ചാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു അലങ്കാരം നമുക്ക് മലപ്പുറം ആലിപ്പറമ്പിൽ കാണാം. കർഷക പ്രതിനിധിയായി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഓഫീസ് മുഴുവൻ കാർഷിക വിളകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 11ാം വാർഡിൽ മത്സരിക്കുന്ന ലത്തീഫ് കപൂർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡുകളോ കൊടിതോരണങ്ങളോ അല്ല, മറിച്ച് വാഴക്കുല, വെള്ളരി, ചേന, അടക്കക്കുല, നെല്ല്, ഇങ്ങനെ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി ലത്തീഫ് കപൂർ. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഇതിങ്ങനെ ഈ ഒരു തരത്തിൽ നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്? കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് കർഷകരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. കർഷകരെ പിന്തുണയോട് കൂടിയാണ് കർഷക പ്രതിനിധിയാണ്. ആ പ്രതിനിധിയാണ്. ഇവിടെ പഞ്ചായത്തിൽ ഇതുവരെ ഒരു പ്രതിനിധി ഉണ്ടായിട്ടില്ല ഒരു കർഷകർക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് നിന്ന് നോക്കുന്നുണ്ട്. ഈ ഓഫീസിൽ വരുന്നവർക്കൊക്കെ മുറുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ അടക്കക്കുലയിൽ നിന്ന് അടക്ക പറിക്കുക, ഇവിടെ നിന്നെല്ലാം എടുക്കുക, മുറുക്കുക, അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. എല്ലാവർക്കും മുറുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കൂടുതൽ കർഷകരായതുകൊണ്ട് മുറുക്കുന്നവരാണോ? മുറുക്കുന്നവരാണ്, എല്ലാവരും മുറുക്കും. ലത്തി എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു നട്ടല്ലായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്നവർ ഇങ്ങനെ മുറുക്കാനുള്ള സംവിധാനമാണ് ഒരുക്കി. ഇതെന്താ, എങ്ങനെ ഇതിൻ്റെ പരിപാടി? വരുന്നവർ മുറുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ തന്നെ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഒതുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്ഥാനാർത്ഥിയുടെ ജീപ്പാണിത്. ഇത് റോഡിൽ അങ്ങനെ കൊണ്ട് ഓടുന്നതല്ല, മറിച്ച് ഈ പറമ്പിൽ ഈ വളവും ഒപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ റോഡിലേക്ക് എത്തിക്കാനുള്ള ഒരു ജീപ്പ് കൂടിയാണ്. ഇത് തന്നെയാണ് ഈ ചിഹ്നമായി സ്വീകരിച്ചത് എന്നും ഈ സ്ഥാനാർത്ഥി പറയുകയാണ്. നമ്മുടെ ചിഹ്നവും ഈ ജീപ്പ് തന്നെയാണ്. ചിഹ്നവും ജീപ്പ് തന്നെയാണ്. ഇതൊരു 30 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ 30 ചിഹ്നം തന്നെ എടുത്തിട്ടുള്ളത്. അത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് കത്തിയും കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് പാടത്ത് ഉപയോഗിക്കുന്ന ജോലിക്കാർ വരുമ്പോൾ ഒലക്കില്ല കൊടുക്കാനുള്ളതാണ്. അവിടെ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ അതിനുള്ള ആയുധങ്ങളാണത്. കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ കർഷകർ തന്നെ മുന്നോട്ട് വരുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാവിധ വിജയാശംസകളും അദ്ദേഹത്തിന് നമ്മൾ നേരുന്നു. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.